ഈശോയിൽ സ്നേഹമുള്ള അച്ഛന്മാരെ, പ്രിയ സിസ്റ്റേഴ്സ്, പ്രിയ സഹോദരി സഹോദരന്മാർ, പ്രിയ മാതാപിതാക്കളെ, പ്രിയ കുഞ്ഞുങ്ങളെ, എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ ദിനത്തിൻ്റെ എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും ആശംസിക്കുകയാണ്. ഇന്നത്തെ സുവിശേഷം നമുക്ക് പഴയ നിയമമായിട്ട് നന്നായിട്ട് ബന്ധപ്പെടുത്താവുന്ന ചില കാര്യങ്ങളാണ് നമ്മൾ കേൾക്കുന്നത്. ലോത്തിൻ്റെ ഭാര്യയ്ക്ക് സംഭവിച്ചത് ഓർമ്മിക്കുക. ലോത്തിൻ്റെ ഭാര്യയ്ക്ക് സംഭവിച്ചത് ഓർമ്മിക്കുക. അത് ലൂക്കായുടെ സുവിശേഷം 17-ാം അധ്യായം 32-ാമത്തെ വാക്യമാണ്. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എല്ലാം കിടക്കുന്നത് ഉൽപ്പത്തി പുസ്തകത്തിലാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ സോദോം ഗൊമോറ നശിപ്പിക്കുന്നതിന് മുൻപ് രണ്ടുപേർ ദൂതന്മാർ അവർ ലോത്തിൻ്റെ അടുക്കൽ വന്ന് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാനായിട്ട് പറയുക. ജീവൻ വേണമെങ്കിൽ ഓടിപ്പോവുക, പിന്തിരിഞ്ഞ് നോക്കരുത്, താഴ്വരയിൽ എങ്ങും തങ്ങുകയും അരുത്, മലമുകളിലേക്ക് ഓടി രക്ഷപ്പെടുക, അല്ലെങ്കിൽ നിങ്ങൾ വെന്ത് നശിക്കും. ജീവൻ വേണമെങ്കിൽ ഓടി രക്ഷപ്പെടുക ആണ്. അപ്പോൾ ലോത്ത് പറഞ്ഞു, യജമാനനെ അങ്ങനെ പറയരുതേ, ഞാൻ അങ്ങയുടെ പ്രീതിക്ക് പാത്രമാണല്ലോ. എൻ്റെ ജീവൻ രക്ഷിക്കുന്നതിൽ അവിടുന്ന് വലിയ കാരുണ്യമാണ് കാണിച്ചിരിക്കുന്നത്. എന്നാൽ മലയിൽ ഓടിക്കയറി രക്ഷപ്പെടാൻ എനിക്ക് വയ്യ. അപകടം എന്നെ പിടികൂടി ഞാൻ മരിച്ചു പോയേക്കുമെന്ന് ഭയപ്പെടുന്നു. ഇതാ ആ കാണുന്ന പട്ടണം ഓടി രക്ഷപ്പെടാവുന്നത്ര അടുത്താണ്, ചെറുതുമാണ്. ഞാൻ അങ്ങോട്ട് ഓടി രക്ഷപ്പെട്ടു കൊള്ളട്ടെ. ലോത്ത് അങ്ങനെ പറയും. അപ്പോൾ ദൂതൻ പറഞ്ഞു, ശരി, അക്കാര്യം ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. നീ പറഞ്ഞ പട്ടണത്തെ ഞാൻ നശിപ്പിക്കുകയില്ല. വേഗമാകട്ടെ, അങ്ങോട്ട് ഓടി രക്ഷപ്പെടുക. അങ്ങനെ നീയും അവിടെ എത്തും വരെ എനിക്കൊന്നും ചെയ്യാനാവില്ല. ആ പട്ടണത്തിന് സോവാർ എന്ന് പേരുണ്ടായി. അങ്ങനെ ലോത്ത് സോവാറിലേക്ക് ഓടി രക്ഷപ്പെട്ടു. മലമുകളിലേക്ക് ഓടി രക്ഷപ്പെടാനാണ് പറഞ്ഞത്. അപ്പോൾ വയ്യാത്തത് കൊണ്ട്, അത് ദുർഘടമായൊരു വഴിയായതുകൊണ്ട് ഒരു ഇളവ് കൊടുത്തു. തൊട്ടടുത്തുള്ള കാണുന്ന ചെറിയൊരു പട്ടണം സോവാറിലേക്ക് രക്ഷപ്പെടാനായിട്ട് ആ ദൈവത്തിൻ്റെ തിരുഹിതമുണ്ടായി. അങ്ങനെ അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ ആദ്യം പറഞ്ഞൊരു കാര്യമുണ്ട്, ഉൽപ്പത്തി 19:17 ജീവൻ വേണമെങ്കിൽ ഓടിപ്പോവുക, പിന്തിരിഞ്ഞ് നോക്കരുത്. അപ്പോൾ അങ്ങനെ അവർ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ലോത്തിൻ്റെ ഭാര്യ അവൻ്റെ പിറകെ വരികയായിരുന്നു. അവൾ പിന്തിരിഞ്ഞ് നോക്കിയത് കൊണ്ട് അവൾ ഉപ്പ് തൂണായി തീർന്നു. അപ്പം എന്താ പറഞ്ഞത്? പിന്തിരിഞ്ഞ് നോക്കരുത് എന്നാ പറഞ്ഞത്. പക്ഷെ പിന്തിരിഞ്ഞ് നോക്കി, അത് അബദ്ധമായി. ഇത് ഇപ്പം ആദത്തോടും ഹവ്വായോടും പഴം ഭക്ഷിക്കരുതെന്ന് പറഞ്ഞു. അപ്പോൾ എന്താ ഇപ്പോൾ ഭക്ഷിച്ച? അങ്ങനൊരു ചോദ്യം അവർ ചോദിച്ചോന്നറിയില്ല അവർ തന്നെ. ഇപ്പം ലോത്തിൻ്റെ ഭാര്യ, ഇപ്പം പിന്തിരിഞ്ഞ് നോക്കി ഇപ്പം എന്താ സംഭവിക്കണമെന്നൊന്ന് കാണാമല്ലോ എന്ന് കരുതിയിട്ടായിരിക്കാം നോക്കിയത്. ദൈവം മനുഷ്യന് നൽകുന്നൊരു കാര്യമുണ്ട്, മനുഷ്യൻ്റെ സ്വാതന്ത്ര്യം. തിന്മയുണ്ട്, നന്മയുണ്ട്, ഏത് വേണമെങ്കിലും എടുക്കാം. അത് പ്രഭാഷകൻ്റെ പുസ്തകം 15-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിൽ അത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. മനസ്സ് വച്ചാൽ നിനക്ക് കൽപ്പനകൾ പാലിക്കാൻ സാധിക്കും. മനസ്സ് വച്ചാൽ നിനക്ക് കൽപ്പനകൾ പാലിക്കാൻ സാധിക്കും. വിശ്വസ്തതാപൂർവം പ്രവർത്തിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് നീയാണ്. അഗ്നിയും ജലവും അവിടുന്ന് നിൻ്റെ മുമ്പിൽ വച്ചിരിക്കുന്നു, ഇഷ്ടമുള്ളതെടുക്കാം. ജീവനും മരണവും മനുഷ്യൻ്റെ മുമ്പിലുണ്ട്, ഇഷ്ടമുള്ളത് അവൻ ലഭിക്കും. അപ്പോൾ പിന്തിരിഞ്ഞ് നോക്കാം, പിന്തിരിഞ്ഞ് നോക്കരുത്, ഈ രണ്ട് ഓപ്ഷനാണ് ലോത്തിൻ്റെ ഭാര്യയുടെ മുമ്പിൽ ഉണ്ടായിരുന്നത്. ദൈവം പറഞ്ഞ ഓപ്ഷൻ പിന്തിരിഞ്ഞ് നോക്കരുത്, എന്തു ആകട്ടെ അതൊന്നനുസരിക്കുക. അപ്പോൾ പിന്തിരിഞ്ഞ് നോക്കി, അപ്പോൾ ആകെ പെട്ടുപോയി. ആദത്തോടും ഹവ്വായോടും പഴം ഭക്ഷിക്കരുതെന്ന് പറഞ്ഞു. എന്തു ആകട്ടെ, ഭക്ഷിക്കരുതെന്ന് പറഞ്ഞല്ലോ, ഭക്ഷിക്കരുത്.
അപ്പോൾ ഭക്ഷിക്കാനായിട്ട് ആ ഹവ്വ ആദത്തിന് കൊടുക്കാൻ വേണ്ടി പഴം കയ്യിൽ ഇങ്ങനെ എടുത്തു വച്ചിരിക്കുക. ദൈവത്തിന് ആ സമയത്ത് ഇടപെടാമായിരുന്നല്ലോ. ഹവ്വ, നീ എന്തായി കാണിക്കുന്നത്? ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ ആ പഴം ഭക്ഷിക്കരുതെന്ന്, എന്നിട്ട് നീ എന്താണത് കയ്യിലെടുത്ത് വച്ചിരിക്കുന്നത് എന്ന് ചോദിക്കാമായിരുന്നു. ദൈവം ചോദിക്കുകയില്ല. ഇനി ദൈവം സർവശക്തനല്ലേ, ദൈവത്തിന് എന്തെങ്കിലും കൊണ്ട് എറിഞ്ഞ് അത് ഹവ്വയുടെ കയ്യിൽ നിന്ന് തട്ടിത്തെറിപ്പിച്ച് കളയാമായിരുന്നു. ചെയ്തില്ല. മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തിൽ ദൈവം കൈകടത്തിയല്ല. മനുഷ്യന് സ്വാതന്ത്ര്യമുണ്ട്. തിന്മ വേണമെങ്കിൽ തിന്മ എടുക്കാം, നന്മ വേണമെങ്കിൽ നന്മ എടുക്കാം, എന്ത് വേണമെങ്കിലും എടുക്കാം. പള്ളി പോകണമെങ്കിൽ പള്ളി പോകാം, പള്ളി പോകണ്ടെങ്കിൽ പോകണ്ട, എന്ത് വേണമെങ്കിലും തീരുമാനിക്കാം. പക്ഷേ നന്മ തിരഞ്ഞെടുത്താൽ ഉടനടി അനുഗ്രഹമാണ്. തിന്മ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ശിക്ഷിക്കുകയൊന്നുമില്ല, പെട്ടെന്നൊന്നും ശിക്ഷിക്കുകയല്ല. വരവും കാത്ത് നോക്കിയിരിക്കും. ധൂർത്തപുത്രൻ്റെ വരവും കാത്ത് നോക്കിയിരുന്ന പോലെ ദൈവം നമ്മുടെ വരവും കാത്ത് നോക്കിയിരിക്കും. അപ്പോൾ ചില അനുഗ്രഹങ്ങൾ വരാൻ കാലതാമസമുണ്ടാകും. ചില അനുഗ്രഹങ്ങൾ വരാൻ കാലതാമസമുണ്ടാകും. ഹവ, ആദത്തിനും ഹവായിക്കും അവരാ പാപം ചെയ്തതുകൊണ്ട് രക്ഷകന്റെ വരവും കാത്ത് കാത്ത് കാത്തിരിക്കേണ്ടി വന്നു. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾക്ക് ഒരു കാലതാമസം ഉണ്ടാക്കുന്നത് ദൈവമാണോ നമ്മളാണോ? എന്തേ പ്രാർത്ഥിച്ചിട്ട് കിട്ടാത്തത്? എന്തെങ്കിലുമൊക്കെ ഒരു ഫ്രീഡം ഓഫ് വിൽ, മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തിൽ എവിടെയൊക്കെ ഒരു പാഴ്ച വന്നിട്ടുണ്ടാകാം. തെറ്റായ ഒരു സ്വാതന്ത്ര്യം എടുത്തു കാണാം. അതുകൊണ്ടായിരിക്കാം നമ്മൾ പരിശുദ്ധ മറിയത്തിൻ്റെ തീർത്ഥാടന കേന്ദ്രത്തിലായിരിക്കുമ്പോൾ മറിയത്തിൻ്റെ സ്വാതന്ത്ര്യം നോക്കിക്കേ. വളരെ സ്വാതന്ത്ര്യത്തോടെ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞു. ദാസി, അങ്ങ് പറഞ്ഞോ, ഞാൻ ചെയ്തോളാം. കുതിരപ്പുറത്ത് നിന്ന് സാവൂള് താഴെ വീഴുമ്പോഴും സാവൂള് പറയുന്നത് ഇത് തന്നെയാണ്: യജമാനനെ, ഞാൻ എന്ത് ചെയ്യണം കർത്താവേ, ഞാൻ എന്ത് ചെയ്യണം? അതാണ് ഒരു ദാസന്റെ ചോദ്യമാണ്. ഞാൻ എന്ത് ചെയ്യണം? എനിക്കിഷ്ടമുള്ളതേ ചെയ്യൂ എന്ന് പറയുന്നത് ഒരു ദാസന്റെ രീതി അല്ല. അങ്ങ് പറയ, ഞാൻ ചെയ്തോളാം. അങ്ങ് പറയ, ഞാൻ ചെയ്തോളാം. അപ്പോൾ ജീവൻ വേണമെങ്കിൽ ഓടിപ്പോവുക എന്ന് ഇന്നത്തെ വചനഭാഗങ്ങളിൽ നമ്മൾ കേൾക്കുമ്പോൾ, നിത്യജീവന്റെ അപ്പത്തെക്കുറിച്ച് യോഹന്നാന്റെ സുവിശേഷത്തിൽ 6-ാം അധ്യായത്തിൽ 25 മുതലുള്ള വാക്യങ്ങളിൽ നമ്മളത് കേൾക്കുമ്പോൾ തുടരെ തുടരെ പറയുന്ന കാര്യമാണ്: ഈ അപ്പം ഭക്ഷിക്കുന്നവൻ നിത്യം ജീവിക്കും. ഈ അപ്പം ഭക്ഷിക്കുന്നവൻ നിത്യം ജീവിക്കും. എന്നിട്ട് നമുക്ക് തുടരെ തുടരെ കുർബാന സ്വീകരിക്കാൻ സാധിക്കുന്നുണ്ടോ? മുഴുവൻ കുർബാനയിൽ പങ്കെടുക്കാൻ സാധിക്കുന്നുണ്ടോ? ഏലിയ പ്രവാചകൻ അങ്ങനെ രക്ഷപ്പെട്ട് ജെസബൽ രാജ്ഞിയെ ഭയന്ന് രക്ഷപ്പെട്ട് ഓടുമ്പോൾ കർത്താവിൻ്റെ ദൂതൻ തട്ടി ഉണർത്തി വിളിച്ചിട്ട് പറയുന്ന കാര്യമാണ്: എഴുന്നേറ്റ് ഭക്ഷിക്കുക, അല്ലെങ്കിൽ യാത്ര ദുഷ്കരമായിരിക്കും. അപ്പോൾ നമ്മളോടും പുതിയ നിയമത്തിലൂടെ ഈശോ തമ്പുരാൻ നമ്മളോട് പറയുന്നതും ഇത് തന്നെയാണ്: നിങ്ങൾ ഭക്ഷിക്കുക, നിങ്ങൾ ചേർന്ന് നിൽക്കുക, ദൈവത്തോട് ചേർന്ന് നിൽക്കുക, ദൈവവും നിങ്ങളോട് ചേർന്ന് നിൽക്കും. അപ്പോൾ നമ്മൾ ചിലപ്പോൾ നമ്മളൊന്ന് പരിശോധിക്കുക, എവിടെയാണ് നമുക്ക് വീഴ്ച പറ്റിയത് എന്നും. നമ്മുടെ തന്നിഷ്ടം എവിടെയെങ്കിലും വന്നു പോയിട്ടുണ്ടോ? നമ്മളെടുക്കുന്ന സ്വാതന്ത്ര്യം, തെരഞ്ഞെടുപ്പിൻ്റെ സ്വാതന്ത്ര്യം, അത് തെറ്റായൊരു സ്വാതന്ത്ര്യമാണോ എടുത്തത്? മറിയത്തിൻ്റെ സ്തോത്രഗീതത്തിൽ മറിയം പറയുന്നൊരു കാര്യമുണ്ട്: വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി. വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി. അത് ഒരു ടോൺ വേരിയേഷൻ വരുത്തി ഒന്ന് മനസ്സിലാക്കി നോക്കിക്കേ. വിശക്കുന്നവർക്കേ വിശിഷ്ട വിഭവം കിട്ടൂ. വിശക്കുന്നവർക്കേ വിശിഷ്ട വിഭവം കിട്ടൂ. വിശക്കണം, കർത്താവിന് വേണ്ടി ആഗ്രഹിക്കണം, കർത്താവിന് അനുസരിക്കണം, കർത്താവിനോട് ചേർന്ന് നിൽക്കണം, വിശക്കണം. വെറുതെ നമുക്ക് പരിശുദ്ധ കുർബാന സ്വീകരണം, ചിലരെങ്കിലും പറയാറുണ്ട് കുമ്പസാരിക്കാൻ സാധിച്ചില്ല, എന്നാലും പരിശുദ്ധ കുർബാന സ്വീകരിച്ചു, സോറി പറയാറുണ്ട്. അത് ഓരോരുത്തരുടെ കാര്യമാണ്, അവരുടെ ദൈവമായിട്ടുള്ള ബന്ധത്തിൻ്റെ കാര്യമാണല്ലോ. അപ്പോൾ ആളുകൾ എന്ത് വിചാരിക്കുമെന്ന് വിചാരിച്ചിട്ട് പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്നവരാണോ നമ്മൾ?
ഞാൻ കുർബാന സ്വീകരിച്ചില്ലെങ്കിൽ ആളുകൾ എന്തെങ്കിലും വിചാരിക്കുമോ? ഞാൻ ടൂറിന് ബസ്സിൽ വന്നപ്പോൾ ഞാൻ കുർബാന സ്വീകരിച്ചില്ലെങ്കിൽ ഞാൻ വലിയ കൊടിയ പാപിയാണെന്ന് ചിന്തിക്കുമോ എന്ന് വിചാരിച്ചിട്ട് അയോഗ്യാവസ്ഥയിലും കുർബാന സ്വീകരിക്കുന്നുണ്ടോ? എനിക്ക് യഥാർത്ഥത്തിൽ എൻ്റെ ഈശോയെ, നീയാണ് എൻ്റെ ദൈവം, നിന്നെ കൂടാതെ എനിക്ക് ജീവിക്കാൻ പറ്റിയല്ല കർത്താവേ, നിന്റെ സഹായം എനിക്ക് വേണം എന്ന് വിചാരിച്ചിട്ടാണോ പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്നത്? എൻ്റെ ഈശോയെ, എനിക്ക് നിന്നെ വേണം കർത്താവേ, എനിക്ക് നിന്നെ വേണം എന്ന ഉള്ളിൻ്റെ ഉള്ളിൽ വലിയ വിശപ്പോടുകൂടിയാണോ സ്വീകരിക്കുന്നത്? വിശക്കുന്നവർക്കേ വിശിഷ്ട വിഭവം കിട്ടും. ക്രൂശാകും മേശയിൽ സ്നേഹക്കനാലിൽ ചുട്ടെടുത്തപ്പമീതാ, സ്വർഗം പാകം ചെയ്തപ്പമീതാ. ക്രൂശാകും മേശയിൽ സ്നേഹക്കനാലിൽ ചുട്ടെടുത്തപ്പമീതാ, സ്വർഗം പാകം ചെയ്തപ്പമീതാ. കാണുന്നു ഓസ്തിയിൽ നാഥൻ്റെ മുഖം, കാണുന്നു ഓസ്തിയിൽ നാഥൻ്റെ സ്നേഹം. ക്രൂശാകും മേശയിൽ സ്നേഹക്കനാലിൽ ചുട്ടെടുത്തപ്പമീതാ, സ്വർഗം പാകം ചെയ്തപ്പമീതാ. വിശപ്പോടെ, നല്ല ആഗ്രഹത്തോടെ, കർത്താവിന് വേണം എന്ന നല്ല ചിന്തയോടുകൂടെ ഈ ദൈവിക രഹസ്യങ്ങളെ സമീപിച്ചാൽ കർത്താവിന് അനുഗ്രഹം ഉറപ്പാണ്. വേണോ വേണ്ടയോ എന്നുള്ള രീതിയിലല്ല. ഈ അപ്പം ഭക്ഷിച്ചാൽ നിങ്ങൾ നിത്യം ജീവിക്കും. ഇന്നത്തെ വായനയിൽ ജീവൻ വേണമെങ്കിൽ ഓടിപ്പോവുക എന്ന് പറഞ്ഞെങ്കിൽ കർത്താവ് നമ്മോട് പറയുകയാണ്, പരിശുദ്ധ ബലി അർപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് നിത്യജീവൻ വേണമെങ്കിൽ ഈ അപ്പം ഭക്ഷിക്കും. വിശക്കുന്നവർക്ക് വിശിഷ്ട വിഭവങ്ങളുണ്ടാകും. നിങ്ങൾ വിശപ്പോടെ കർത്താവിനെ സമീപിച്ചാൽ, എനിക്ക് കർത്താവിന് വേണം എന്ന വിശപ്പോടെ സമീപിച്ചാൽ നിങ്ങളുടെ പാത്രത്തിൽ നല്ല സദ്യ, വിശിഷ്ട വിഭവങ്ങൾ നിങ്ങൾക്ക് തരും. നല്ല ജോലി, നല്ല വിവാഹം, നല്ല കുഞ്ഞ്, നല്ല കുടുംബം, നല്ല വീട് എല്ലാം നിങ്ങൾക്ക് തരും. നിങ്ങളെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കും. കർത്താവെ, എനിക്ക് ആരുമില്ല കർത്താവെ, എനിക്ക് നീയേ ഉള്ളു കർത്താവെ, എനിക്ക് നിന്നെ വേണം എന്ന ആഗ്രഹത്തോടെ വിശപ്പോടെ സമീപിക്കാൻ നമ്മളെ സഹായിക്കട്ടെ. പരിശുദ്ധമ്മയുടെ അരൂപി അതെന്നെ, കർത്താവെ ഇതാ ഞാൻ ദാസി, എനിക്ക് നീയല്ലാതെ വേറെ ആരുമില്ല. അങ്ങനെയുള്ളൊരു മനോഭാവം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സ്വീകരിക്കാം. ദൈവം ഇന്നത്തെ ദിവസത്തെ, ഇന്നത്തെ നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.